മാർഗത്തിൻ ധ്രുവിൻ ഭാഗ്യം നൽകിടുവാൻ ജീവൻ പകരും നാഥാ നീ ജീവനു തുല്യം സ്നേഹിച്ചു ഭൂവിലെ രക്ഷാമാർഗത്തിൻ ദ്യോവിൻ ഭാഗ്യം നൽകിടുവാൻ നിർവൃതി നൽകാൻ സ്നേഹത്തിൻ നിത്യത പകരും കൂദാശ നിർവൃതി നൽകാൻ സ്നേഹത്തിൻ നിത്യത നൽകും കൂദാശ സ്ഥാപിച്ചല്ലോ സിഖിയോനിൽ ദിവ്യവീരുന്നായി ദൈവസുതൻ ജീവൻ പകരും നാഥാ നീ ജീവനു തുല്യം സ്നേഹിച്ചു കർത്താവെന്ന ശിഷ്യർ തൻ കാലുകൾ കഴുകി വിനയത്താൽ കർത്താവെന്ന ശിഷ്യർ തൻ കാലുകൾ കഴുകി വിനയത്താൽ മാതൃക നൽകി മനുജർക്കായി സകലരും അതുപോൽ ചെയ്തിടുവാൻ ജീവൻ പകരും നാഥാ നീ ജീവനു തുല്യം സ്നേഹിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അഗാധമായ വിനയത്തിൻ്റെ മാതൃക ലോകത്തിന് നൽകിയ കർത്താവെ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വഴി അങ്ങയുടെ തിരുശരീരവും രക്തവും മനുഷ്യർക്ക് ഭോജനപാനീയങ്ങളായി നൽകിയ കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ കൽപ്പനയനുസരിച്ച് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുവാനും ലോകത്തിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവിനോട് നന്ദി പറയുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പം നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്തു. കർത്താവിന്റെ കാരുണ്യം നിലനിൽക്കുന്നുവെന്ന് ഇസ്രായേൽ പറയട്ടെ. കർത്താവിന്റെ കാരുണ്യം നിലനിൽക്കുന്നുവെന്ന് അഹ്റോന്റെ വംശം പറയട്ടെ. കർത്താവിന്റെ കാരുണ്യം നിലനിൽക്കുന്നുവെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. എന്റെ ബലവും ബഹുമാനവും കർത്താവാകുന്നു, അവിടുന്ന് രക്ഷകനാണല്ലോ. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം അനന്തമാകുന്നു, എന്റെ വാഗ്ദാനം അവിടുന്ന് പാലിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ സ്വർഗത്തിൽ എഴുന്നള്ളി വരുമ്പോൾ അങ്ങയുടെ സ്നേഹത്താൽ സുരഭിലമായ ഹൃദയത്തോടും അങ്ങയുടെ ജ്ഞാനത്താൽ പ്രകാശിതമായ ആത്മാവോടും കൂടെ ആനന്ദപൂർവ്വം അവിടുത്തെ എതിരേൽക്കുവാനും അനുഗ്രഹസമ്പന്നമായ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.
കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. സകലത്തിൻ്റെയും നാഥ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങേ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകമായ ദിവ്യ സന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും ഞങ്ങൾ വർദ്ധിക്കുവാനും ഞങ്ങളെ രക്ഷ പ്രാപിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. 3 വായനകളാണ്. ആ വായനകൾക്ക് ശേഷം എഴുന്നേറ്റാൽ മതി. ഒന്നാം വായന. വിജ്ഞാപനം. ഇസ്രായേൽ ജനങ്ങളെ ദൈവം ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പഴയ നിയമത്തിൽ പെസഹ തിരുനാൾ കൊണ്ടാടിയിരുന്നത് ഈജിപ്തിലെ കടിഞ്ഞൂൽ പുത്രന്മാരെ എല്ലാം സംഹരിച്ച് ഇസ്രായേൽ ജനങ്ങളെ സ്വതന്ത്രരാക്കിയ ദിവസമാണല്ലോ ആദ്യത്തെ പെസഹ. ഇതെങ്ങനെ ആചരിക്കണമെന്ന് ദൈവം തൻ്റെ ജനനേതാവായ മോശയ്ക്കും പുരോഹിതനായ അഹ്റോനും ഉപദേശിച്ചു കൊടുക്കുന്ന വേദപുസ്തകമാണ് നിങ്ങളിപ്പോൾ കേൾക്കുവാൻ പോകുന്നത്. സൃഷ്ടിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 12. ഗുരു ആശീർവദിച്ചാലും. ഈജിപ്തിൽ വെച്ച് ദൈവം മോശയോടും അഹ്റോനോടും ഇപ്രകാരം അരുളി ചെയ്തു: ഈ മാസം നിങ്ങൾക്ക് 1-ാം മാസമായിരിക്കണം, അതായത് ആണ്ടിൻ്റെ ആദ്യ മാസം. ഇസ്രായേൽ ജനങ്ങളോട് നിങ്ങളിങ്ങനെ പറയുവിൻ: ഈ മാസം 10-ാം തീയതി ഓരോരുത്തരും തൻ്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. ഓരോ കുടുംബത്തിനും ഓരോ ഭവനത്തിനും ഓരോ ആട്ടിൻകുട്ടി. അത് ഭക്ഷിച്ചു തീർക്കുവാൻ മാത്രം അംഗങ്ങൾ ഒരു വീട്ടിലില്ലാതെ വന്നാൽ അതിനാവശ്യമുള്ളിടത്തോളം പേരെ അടുത്ത വീട്ടിൽ നിന്നും വിളിക്കണം. ആട്ടിൻകുട്ടി കറയില്ലാത്തതാകണം. 1 വയസ്സുള്ള മുട്ടാടുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. 14-ാം തീയതി വരെ നിങ്ങൾ അതിനെ സൂക്ഷിക്കണം. അന്ന് വൈകുന്നേരം ഇസ്രായേൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ ബലി കഴിക്കണം. അതിൻ്റെ കുറേ രക്തമെടുത്ത് അവർ ഭക്ഷണം കഴിക്കുന്ന വീടിൻ്റെ കട്ടിളപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും തളിക്കുകയും ചെയ്യണം. തീയിൽ ചുട്ടുവേണം അന്ന് രാത്രിയിൽ മാംസം ഭക്ഷിക്കുവാൻ. അതിൻ്റെ കൂടെ കയ്പുള്ള സസ്യങ്ങളും പുളിക്കാത്ത അപ്പവും കഴിക്കണം. തീയിൽ ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. ആടിൻ്റെ തലയും കാലും ഉദരകോശങ്ങളും നിങ്ങൾ ഭക്ഷിക്കണം. പ്രഭാതബലിക്ക് യാതൊന്നും ശേഷിക്കരുത്. വല്ലതും ശേഷിച്ചാൽ അത് ചുട്ടുകളയുകയും ചെയ്യണം. അത് ഭക്ഷിക്കേണ്ട വിധം ഇതാണ്: നിങ്ങൾ അരപ്പട്ടയും ചെരുപ്പും ധരിക്കണം. കയ്യിൽ വടിയും പിടിച്ച് അതിവേഗം ഭക്ഷിക്കണം. അത് കർത്താവിൻ്റെ ബഹുമാനത്തിന് വേണ്ടിയുള്ള പെസഹയാണല്ലോ. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. അവിടുത്തെ ആദിജാതരെയെല്ലാം
മനുഷ്യരായാലും മൃഗങ്ങളായാലും ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാകുന്നു ദൈവം. നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നു പോകും. ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും, എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്ന് രക്ഷപ്പെടും. ഇത് നിങ്ങൾക്കൊരു ഓർമ്മയുടെ ദിവസമായിരിക്കട്ടെ. എല്ലാ തലമുറയിലും ഇത് കർത്താവിൻ്റെ ബഹുമാനത്തിലുള്ള ഒരു ഉത്സവ ദിവസമായി നിങ്ങൾ ആചരിക്കുകയും വേണം. ദൈവമായ കർത്താവിന് സ്തുതി. ഇസ്രായേൽ ഈജിപ്തിൽ നിന്നിറങ്ങി യാക്കോബിന്റെ മക്കൾ വിദേശത്ത് നിന്ന് പുറപ്പെട്ടു. യൂദായുടെ ദൈവവിശുദ്ധ ഭവനമായി തീർന്നു ഇസ്രായേലിൽ അവിടുത്തെ അഭിമാനവും. സമുദ്രം മാറിക്കൊടുക്കുകയും ജോർദാൻ പിൻവാങ്ങുകയും ചെയ്തു. മലകൾ കലമാനെ പോലെയും കുന്നുകൾ കുഞ്ഞാടിനെ പോലെയും കുതിച്ചു ചാടി. അവിടുന്ന് പാറയെ ജലാശയമാക്കി തീക്കനലിനെ നീരുറവയാക്കി. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല മഹത്വം നൽകേണ്ടത്. അങ്ങേ വിശ്വസ്തയും കാരുണ്യവും നിലനിർത്താൻ അങ്ങേ നാമത്തിന് മഹത്വം നൽകണമേ. രണ്ടാം വായന മലാക്യാസ് ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 1. എൻ്റെ ബലിപീഠത്തിന്മേൽ ഉപയോഗശൂന്യമായ തീ കത്തിക്കുന്നത് തടയുവാൻ നിങ്ങൾക്കിടയിൽ ആരുമില്ലയോ? സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല, അതിനാൽ നിങ്ങളുടെ വഴിപാടുകളൊന്നും ഞാൻ സ്വീകരിക്കുകയില്ല. സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ പ്രകീർത്തിക്കപ്പെടും. എൻ്റെ നാമത്തെ ബഹുമാനിക്കുവാൻ വേണ്ടി എല്ലായിടത്തും പരിശുദ്ധമായ കാണിക്കയും സുഗന്ധപൂരിതമായ ബലിയും അർപ്പിക്കപ്പെടുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. കർത്താവിൻ്റെ ദാസരെ, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ. ആദിമുതലെന്നേക്കും കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. സൂര്യോദയം മുതൽ അസ്തമയം വരെ അവിടുത്തെ നാമം പുകഴ്ത്തപ്പെടട്ടെ. കർത്താവ് എല്ലാ ജനതയെക്കാളും ശക്തനാകുന്നു. ആകാശത്തിൽ അവിടുത്തെ മഹത്വം പ്രകാശിക്കുന്നു. ദൈവമായ കർത്താവിന് സമനായ ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിലിരുന്നു കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും കടാക്ഷിക്കുന്നു. എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, ദരിദ്രനെ കുഴിയിൽ നിന്ന് കയറ്റി പ്രഭുക്കന്മാരോട് കൂടി ഇരുത്തുന്നു. പഴയ നിയമത്തിലെ പെസഹായും അതിൻ്റെ ആഘോഷങ്ങളും കഴിഞ്ഞു. അതിനു പകരം പുതിയ പെസഹ കുഞ്ഞായ മിശിഹ ബലിവസ്തുവായി തീർന്നിരിക്കുന്നു. അനന്തമായ സ്നേഹത്താൽ പ്രേരിതനായി അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് സ്വയം നമുക്കായി സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെപ്പറ്റിയും അതിൻ്റെ സ്വീകരണത്തെപ്പറ്റിയും വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഇനി വായിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഒറ്റക്കെടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച ശേഷം ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അത്താഴത്തിന് ശേഷം അവിടുന്ന് പാനപാത്രം എടുത്ത് ഇങ്ങനെ അരുളി ചെയ്തു: ഈ പാനപാത്രം എൻ്റെ രക്തത്താൽ മുദ്രിതമായ പുതിയ നിയമമാകുന്നു. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്നെ അനുസ്മരിക്കുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മരണമാണ്, അവിടുത്തെ ആഗമനം വരെ നിങ്ങൾ അനുസ്മരിക്കുന്നത്. യോഗ്യതയില്ലാതെ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായി തെറ്റ് ചെയ്യുന്നു. അതിനാൽ ആത്മപരിശോധന ചെയ്ത ശേഷമേ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാവൂ. എന്തുകൊണ്ടെന്നാൽ വിവേചനം കൂടാതെ അയോഗ്യമായി കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവൻ തനിക്കുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായി തീർന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. മാലാഖമാരുടെ അപ്പം, സ്വർഗീയ ജീവന്റെ അപ്പം, കാരുണ്യവാനായ ദൈവം മാനവലോ
മാലാഖമാരുടെ അപ്പം സ്വർഗീയ ജീവന്റെ അപ്പം കാരുണ്യവാനായ ദൈവം മാനവലോകത്തിനേകി. സർവേശനാദം മുഴങ്ങി മേഘങ്ങളെല്ലാം ഇറങ്ങി. സർവേശനാദം മുഴങ്ങി മേഘങ്ങളെല്ലാം ഇറങ്ങി. ആകാശവാതിൽ തുറന്നു സ്വർഗീയ മന്ന പൊഴിഞ്ഞു. ആകാശവാതിൽ തുറന്നു സ്വർഗീയ മന്ന പൊഴിഞ്ഞു. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. 13-ാം അധ്യായം. അത് സംഭവിച്ചത് പെസഹ തിരുനാളിന് മുമ്പായിരുന്നു. ലോകം വിട്ട് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുവാൻ സമയമായി എന്ന് ഈശോ മനസ്സിലാക്കി. അവിടുന്ന് ലോകത്തിൽ തനിക്കുണ്ടായിരുന്നവരെ എപ്പോഴും സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം എത്ര ഗാഢമായിരുന്നു എന്ന് അവിടുന്ന് തെളിയിക്കുകയും ചെയ്തു. അത്താഴത്തിന് സമയമായി ഈശോയെ ഒറ്റിക്കൊടുക്കുവാൻ ശിമയോൻ സ്കറിയത്തയുടെ മകനായ യൂദാസിനെ സാത്താൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞിരുന്നു. പിതാവ് സമസ്തവും തൻ്റെ കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും താൻ ദൈവത്തിൽ നിന്നാണ് വന്നതെന്നും അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകുന്നുവെന്നും ശരിക്കറിയാമായിരുന്ന ഈശോ അത്താഴ സമയത്ത് എഴുന്നേറ്റ് തൻ്റെ മേലങ്കി മാറ്റിയ ശേഷം ഒരു കച്ചയെടുത്ത് അരയിൽ ചുറ്റി. അനന്തരം അവിടെ നിന്നൊരു പാത്രത്തിൽ കുറെ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ തുടങ്ങി. അരയിൽ ചുറ്റിയിരുന്ന കച്ച കൊണ്ടവ തുടച്ചു. അവിടുന്ന് ശിമയോൻ പത്രോസിൻ്റെ അടുക്കലെത്തിയപ്പോൾ അയാൾ ചോദിച്ചു, കർത്താവെ, അങ്ങ് എൻ്റെ പാദങ്ങൾ കഴുകാൻ പോവുകയാണോ? ഈശോ മറുപടി പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലാകില്ല, പിന്നീട് മനസ്സിലായിക്കൊള്ളും. പത്രോസ് വീണ്ടും തടസ്സം പറഞ്ഞു, അങ്ങ് എൻ്റെ പാദങ്ങൾ കഴുകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ പാദം കഴുകാതിരുന്നാൽ നിനക്ക് എന്നോട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. ഉടനെ ശിമയോൻ പത്രോസ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ കർത്താവെ, എൻ്റെ പാദങ്ങൾ മാത്രമല്ല കൈകളും ശിരസും കൂടി കഴുകണമേ. അപ്പോൾ ഈശോ അരുളി ചെയ്തു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രം കഴുകിയാൽ മതി, അവൻ സർവാംഗം ശുദ്ധിയുള്ളവനാണ്. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കുന്നവനെ അവിടത്തേക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവിടുന്ന് അരുളി ചെയ്തത്. പാദങ്ങൾ കഴുകിയ ശേഷം വീണ്ടും മേലങ്കി ധരിച്ച് അവിടുന്ന് സ്വസ്ഥാനത്തിരുന്നു. അനന്തരം ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അവരോട് ചോദിച്ചു. അവിടുന്ന് തുടർന്നു, നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നുമാണല്ലോ വിളിക്കുന്നത്. അത് അർത്ഥവത്വമാണ്, കാരണം ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാകുന്നു. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകുവാൻ കടപ്പെട്ടവരല്ലയോ? ഞാനിതാ നിങ്ങൾക്ക് മാതൃക നൽകിയിരിക്കുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. മിശിഹായിൽ പ്രിയ വികാരിയച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് നാം പെസഹ തിരുനാൾ ആഘോഷിക്കുകയാണ്. പഴയ നിയമത്തിലെ പെസഹയല്ല നാം ഇന്ന് ആചരിക്കുന്നത്.
ഈജിപ്തിലെ ഫറവോയ്ക്കെതിരെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം നടത്തിയ ബഹുജന മുന്നേറ്റ സമരത്തിൻ്റെ അവസരത്തിൽ രക്ഷകനായ ദൈവം ഈജിപ്തുകാരെ ശിക്ഷിച്ചും ഇസ്രായേൽക്കാരെ രക്ഷിച്ചും കടന്നുപോയതിൻ്റെ ആഘോഷത്തിൽ കഴിച്ച ആദ്യ പെസഹായുടെ ഓർമ്മയല്ല നാം ഇന്ന് ആചരിക്കുന്നത്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ദൈവത്താൽ നയിക്കപ്പെട്ട ഇസ്രായേൽ ജനം സ്വദേശത്ത് വെച്ചും വിദേശത്ത് വെച്ചും ആദ്യ പെസഹായുടെ ഓർമ്മയിൽ നടത്തിയ പെസഹ കർമ്മങ്ങളുടെ തുടർച്ചയുമല്ല. പെസഹ എന്ന വാക്കിന് കടന്നുപോകൽ എന്നാണ് അർത്ഥം. ലോകത്തിൻ്റെ ജീവന് വേണ്ടി തൻ്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാനയായി തീർന്നതിൻ്റെ ഓർമ്മയാണ് ഈ പെസഹ വ്യാഴാഴ്ച നാം ആഘോഷിക്കുന്നത്. 2 ചരിത്ര സംഭവങ്ങളാണ് ഇന്ന് ഇവിടെ അനുസ്മരിക്കുന്നത്. കാലുകഴുകൽ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും. പൊടിയും ചെളിയും നിറഞ്ഞ പാലസ്തീനിയൻ വഴികളിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എല്ലാവരും പാദങ്ങൾ കഴുകിയിരുന്നു. വാതിൽക്കൽ ഒരു വേലക്കാരനുണ്ടാകും. ചിലപ്പോൾ ആ ദൗത്യം സ്വയമേവ ചെയ്യേണ്ടിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു അവസരം തൻ്റെ ശിഷ്യർക്ക് ഒരു പാഠമാക്കാൻ യേശുനാഥൻ ഉപയോഗപ്പെടുത്തുകയാണ്. ആ ദാസ്യ ദൗത്യം യേശു തന്നെ ഏറ്റെടുക്കുന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. മത്തായി 20:28. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും ചെറുതായും ഈ പുതിയ പ്രമാണമാണ് കാലുകൾ കഴുകൽ ശുശ്രൂഷയിലൂടെ യേശു ലോകത്തെ പഠിപ്പിച്ചത്. വിനീതമായി എല്ലാ ഭാരതീയയും ശുശ്രൂഷിച്ച ഗാന്ധിജിയും അടിമകളുടെ സമുദ്ധാരണത്തിനായി ആയുസ്സൊഴിഞ്ഞു വെച്ച പീറ്റർ ക്ലാവറും കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച കുഷ്ഠരോഗിയായി മരിച്ച വിശുദ്ധ ഡാമിയനും കൽക്കത്തയിലെ തെരുവീഥികളെ പിഞ്ചോമനുകളെ പൊന്നുപോലെ നോക്കിയ വിശുദ്ധ മദർ തെരേസയും ദളിതരുടെ ഉന്നമനത്തിനു വേണ്ടി തൻ്റെ ശുശ്രൂഷ മുഴുവൻ ഹോമിച്ച വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനും എല്ലാം യേശുവിൻ്റെ ശുശ്രൂഷ ചൈതന്യം സ്വീകരിച്ചവരാണ്. നമുക്കും ഈ ജീവിതശൈലി സ്വന്തമാക്കാം. അന്യനെ വളർത്തുവാൻ, അവൻ്റെ മുമ്പിൽ കുനിയാൻ, അങ്ങനെ അവൻ്റെ പാദങ്ങൾ കഴുകുവാൻ നമുക്കും തയ്യാറാകാം. പെസഹ തിരുനാളിൽ ഈശോ സ്ഥാപിച്ച 2 കൂദാശകളാണ് പരിശുദ്ധ കുർബാനയും പൗരോഹിത്യവും. പെസഹായെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ 2 കൂദാശകളെ പറ്റിയും വിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 15:13 പറയുന്നു, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യേശുവിൻ്റെ ഈ സ്നേഹം അതിൻ്റെ ഉന്നതിയിലെത്തുന്നത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലൂടെയാണ്. വിശുദ്ധ കുർബാനയിലൂടെ പരസ്പരം സ്നേഹിക്കുവാൻ എന്ന വലിയ ആഹ്വാനം ഈശോ നമുക്ക് തരുന്നു. നാം നമ്മുടെ സഹോദരങ്ങളെ എപ്രകാരമാണ് സ്നേഹിക്കുന്നത്? കുടുംബജീവിതത്തിൽ വിശുദ്ധ കുർബാനയുടെ ചൈതന്യമായ സ്നേഹം നിലനിർത്തുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവിക ദാനത്തിൻ്റെ ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ ഉദാഹരണമായി വിശുദ്ധ കുർബാന നിലകൊള്ളുന്നു. ലൂക്കാ സുവിശേഷം 22:19 വായിക്കുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. ഈശോ സ്വന്തം ശരീരം നമ്മുടെ രക്ഷയ്ക്കായി നൽകിയിരിക്കുന്നു. അതുപോലെ നാമും അവസർക്ക് ആലംബമായി, വേദനിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമായി, പാവപ്പെട്ടവർക്ക് അത്താണിയായി മാറണം. എങ്കിലേ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റത്തിന് കാരണമാകൂ. വിശുദ്ധ കുർബാനയിലൂടെ നാം യേശുവുമായി ഒന്നാകുന്നു. ഈ ഒന്നാകലിലൂടെ ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നത്. നാം ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നു. ക്രൂശനായ ക്രിസ്തുവിലേക്ക് താൻ ലയിച്ചു ചേരുന്നതായി വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ സ്വീകരിക്കുകയല്ല, ക്രിസ്തു എന്നെ സ്വീകരിക്കുകയാണ്. ഇതുപോലുള്ള ഒരു മാറ്റമാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ നമ്മിലുണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം സഭയിൽ തുടർന്ന് കൊണ്ടുപോകാൻ നിയോഗിക്കപ്പെട്ട വൈദികരെ പ്രത്യേകമായി അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സുദിനമാണ് ഇന്ന്. പൗരോഹിത്യം എന്ന കൂദാശയുടെ മൂല്യം
ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ജീവിതത്തിൽ നിന്നുള്ള ഒരു കടന്നുപോകലിലൂടെ അവരോടുള്ള സ്നേഹത്താൽ വളർന്ന ഒരു ഹൃദയം സ്വന്തമാക്കി സ്വയം പകർത്ത് നൽകുന്ന ദിവ്യകാരുണ്യമായി മാറാൻ ഈ പെസഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഉടനെ തന്നെ കാലുകഴുകൽ ശുശ്രൂഷയാണ്. യേശുനാഥൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ മാഹാത്മ്യം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചു. അത് നമ്മൾ അനുസ്മരിക്കുകയാണ്. എല്ലാവരും ഇരുന്നാൽ മതി. താലത്തിൽ വെള്ളമെടുത്ത് എന്ന പാട്ട് ഗായക സംഘം പാടും. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. വിനയത്തിൻ മാതൃക നൽകാൻ സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ. വിനയത്തിൻ മാതൃക നൽകാൻ സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ. സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു. സ്നേഹത്തിൻ ചിറകു വിരിഞ്ഞു രാജാളി തെളിഞ്ഞു പറഞ്ഞു. സ്നേഹിതരെ നിങ്ങൾക്കിന്നൊരു മാതൃക ഞാനേകി. മാതൃക ഞാനേകി. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി.
ഗുരുവെന്നു വിളിപ്പൂ നിങ്ങൾ, പരമാർത്ഥതയുണ്ടതിലെങ്കിൽ. ഗുരുവെന്നു വിളിപ്പൂ നിങ്ങൾ, പരമാർത്ഥതയുണ്ടതിലെങ്കിൽ. ഗുരു നൽകിയ പാഠം നിങ്ങൾ സാദരമോർത്തിടുവിൻ. സാദരമോർത്തിടുവിൻ. കാലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകിയ ഗുരുവിൻ ശിഷ്യന്മാർ നിങ്ങളതോർത്താ. പാദങ്ങൾ കഴുകിയ ഗുരുവിൻ ശിഷ്യന്മാർ നിങ്ങളതോർത്താൽ. അന്യോന്യം പാദം കഴുകാൻ ഉത്സുകരായി തീരും. ഉത്സുകരായി തീരും. കാലത്തിൽ വെള്ളമെടുത്തു വെങ്കച്ചയുമരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പാദങ്ങൾ കഴുകി. കാറോസുസ പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് വിശുദ്ധ കുർബാന വഴിയായി സ്വയം നമുക്ക് നൽകിയ കർത്താവിനോട് നന്ദി പറയാം. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിനയത്തിന് മഹത്തായ മാതൃക നൽകുവാൻ അങ്ങേ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെക്കുറിച്ച്. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകത്തിന് ജീവൻ നൽകുവാൻ വേണ്ടി നിത്യപിതാവിന് സ്വയം സമർപ്പിച്ചതിനെക്കുറിച്ച്. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ മാംസവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണവും പാനീയവുമായതിനെക്കുറിച്ച്. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങിലും അങ്ങ് ഞങ്ങളിലും വസിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെക്കുറിച്ച്. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ജീവനും ഉയർപ്പും വാഗ്ദാനം ചെയ്തതിനെക്കുറിച്ച്. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ദാസന്മാരുടെ നിലയിൽ നിന്ന് സ്നേഹിതന്മാരുടെ പദവിയിലേക്ക് ഞങ്ങളെ ഉയർത്തിയതിനെക്കുറിച്ച്. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അവസാനത്തെ അത്താഴത്തിന് ശേഷം ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അങ്ങ് നിത്യപിതാവിനോട് പ്രാർത്ഥിച്ചതിനെക്കുറിച്ച്. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ ഏകപുത്രനെ പെസഹ ബലിയായി ഞങ്ങൾക്ക് നൽകിയ വത്സല നിധിയായ പിതാവേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ മഹത്തായ ഈ വാഗ്ദാനം ഞങ്ങളെ വിശദീകരിച്ചു സമ്പന്നരാകുകയും നിത്യജീവിതത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. അപ്പവും വീഞ്ഞുമീ അൽത്താരയിൽ നൽകാൻ കർത്താവേ, ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമി അൾത്താരയിൽ
ആശ്രവദിക്കണമേ. സഹോദരരെ, കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ ഞങ്ങൾ സമാധാനം ആശംസിക്കുവാൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാവൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം ഇസ്ഹാക്ക് യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമായ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും ഇതിലുള്ള സകലത്തെയും എങ്ങനെയോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാഖമാനപതനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ആജ്ഞമേന്മാരെ അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരായ അരുവികളുമായ ക്രോവൻ വസ്രാപ്പന്മാരോട് ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്നുദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭു. സ്വർഗസ്ഥനായ നൽപിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് സ്തുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗ
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമിൻ്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസന്റെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പേരുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോം ശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അന്താപ്നളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മാധവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. പെസഹ കുഞ്ഞാടായ മിശിഹ ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ തിരുശരീരവും രക്തവും ഭക്തിപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദപരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട പെസഹ കുഞ്ഞാടായ മിശിഹായുടെ തിരുശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളെല്ലാം പുണ്യം നേടുന്നു. ദിവ്യകാരുണ്യം കൈക്കൊള്ളാനണയും ഓരോ ചങ്കിൽ നോവിലുമലിയും നല്ലോ നീ. ആത്മാനന്ദത്തിൻ പൂക്കാലം നൽകാൻ ആശാ
അടയാളമായി ഈശോ എത്തുന്നു. ആ സ്നേഹം കാണുമ്പോൾ ഉള്ളം കുളിരുന്നു, ഹൃദയം നിറയുന്നു. ദിവ്യകാരുണ്യവും കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളെല്ലാം പുണ്യം നേടുന്നു. ഏതു നേരവും കൂട്ടാകുവാൻ എൻ്റെ നാവിൽ നീ കാരുണ്യത്തിൻ മന്ന നൽകുന്നു. ഏതു നേരവും കൂട്ടാകുവാൻ എൻ്റെ നാവിൽ നീ കാരുണ്യത്തിൻ മന്ന നൽകുന്നു. രാജാതിരാജനാമെൻ ദൈവമേ, ഓ ഭാഗ്യം നിൻ സാന്ത്വനം. രാജാധിരാജനാമെൻ ദൈവമേ, ഓ ഭാഗ്യം നിൻ സാന്ത്വനം. എന്തോരത്ഭുതം ഈശോ എന്നാവിൽ, എന്തോരാനന്ദം ഈശോ എൻ സ്വന്തം. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളെല്ലാം പുണ്യം നേടുന്നു. ഏതു നേരവും കൂട്ടാകുവാൻ എൻ്റെ നാവിൽ നീ കാരുണ്യത്തിൻ മന്ന നൽകുന്നു. ഏതു നേരവും കൂട്ടാകുവാൻ എൻ്റെ നാവിൽ നീ കാരുണ്യത്തിൻ മന്ന നൽകുന്നു. ദാഹാർദ്രമാമിന്നാവിലോ ഓ നാഥൻ തീയാകുന്നു. ദാഹാർദ്രമാമിന്നാവിലോ ഓ നാഥൻ നീയാകുന്നു. ഈശോയെ നേടാനെന്തും നൽകും ഞാൻ, ആ മാറിൽ ചാരാൻ ജന്മം നൽകും ഞാൻ. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളെല്ലാം പുണ്യം നേടുന്നു. ദിവ്യകാരുണ്യം കൈക്കൊള്ളാനണയും ഓരോ ചങ്കിന്നോ
നോവിലുമലിയുന്നല്ലോ നീ. ആത്മാനന്ദത്തിൻ പൂക്കാലം നൽകാൻ ആശാനാളമായി ഈശോ എത്തുന്നു. ആ സ്നേഹം കാണുമ്പോൾ ഉള്ളം കുളിരുന്നു, ഹൃദയം നിറയുന്നു. ദിവ്യകാരുണ്യം കൈക്കൊള്ളും നേരം ഉള്ളിനുള്ളെല്ലാം പുണ്യം നേടുന്നു. ഏതു നേരവും കൂട്ടാകുവാൻ എൻ്റെ നാവിൽ നീ കാരുണ്യത്തിൻ മന്ന നൽകുന്നു. ഏതു നേരവും കൂട്ടാകുവാൻ എൻ്റെ നാവിൽ നീ കാരുണ്യത്തിൻ മന്ന നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സ്തുതവും പരിശുദ്ധവും ജിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും വീടുദാതാവായ ദൈവത്തിന് സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോടെ. കർത്താവായ ദൈവമേ, സ്തുത്രവും പരിശുദ്ധവും ജീവിതാൻ ദൈവികമായ രഹസ്യങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനായ അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനം കൃതജ്ഞയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ സ്തുത്രവും പരിശുദ്ധവും ജീവിതാൻ ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിലുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെടുന്നതാകട്ടെ, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സുത്തരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ വഴി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ നാം ശുശ്രൂഷിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പരിശുദ്ധ മാലാഖമാരോടൊത്തുള്ള നിത്യാനന്ദത്തിനും തിരുസന്നിധിയിലുള്ള സംപ്രീതിക്കും സ്വർഗീയ ജെറുസലേമിൻ്റെ വലത്തുഭാഗത്തുള്ള സ്ഥാനത്തിനും അവിടെ നമ്മെ യോഗ്യരാക്കട്ടെ. നമ്മുടെ ഈ ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും അവളുടെ സന്താനങ്ങളുടെയും മേൽ അവിടുത്തെ കൃപയും അനുഗ്രഹവും ധാരാളമായി വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഉടനെ തന്നെ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വയ്ക്കുകയാണ്. പ്രദക്ഷിണമായിട്ട് നമ്മൾ ആനവാതിലത്ത് പോയി തിരിച്ചു വരും. അത് കഴിഞ്ഞ് ആരാധന തുടരുന്നു. ഓരോ യൂണിറ്റുകാരുടെയും സംഘടനയുടെയും പേരിൽ ആരാധന നമ്മൾ നേരത്തെ എഴുതി വച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വരിക. വൈകുന്നേരം 6 മണിക്ക് സമാപന കർമ്മങ്ങൾ, അപ്പം മുറിക്കൽ ശുശ്രൂഷയെല്ലാം. നാളെ രാവിലെ 6:30 കർമ്മങ്ങൾ ആരംഭിക്കും. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു.
ഹൃദയണഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്ക് സൗഖ്യമേകി. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. മഹിതലേ പുതിയ മലരുകളണിഞ്ഞിടുവിൻ, മനുജരേ മഹിതഗീതികൾ പൊഴിച്ചിടുവിൻ. വൈരവും പകയുമെല്ലാം മറന്നേടുവിൻ, സാദരം കൈകൾ കോർത്തു നിരന്നേടുവിൻ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ. കാനായിൽ
ഹൃതിയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ജീവന്റെ ഭോജ്യമാമീശോ, തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധ്യനായക നിന്നെ. ജീവന്റെ ഭോജ്യമാമീശോ, തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ, സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധ്യനായക നിന്നെ. ആരാധന ആരാധന തിരുവോസ്തിരൂപനെ ആരാധന. ആരാധന ആരാധന മഹേശ്വര എന്നെന്നും ആരാധന. പരിശുദ്ധ ദേവാലയത്തിൽ നൊന്തു കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ, നീറുന്ന ചിത്തം നിനക്കായി ഇന്നു കാണിക്കയായി നൽകിടുന്നു. പരിശുദ്ധ ദേവാലയത്തിൽ നൊന്തു കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ, നീറുന്ന ചിത്തം നിനക്കായി ഇന്നു കാണിക്കയായി നൽകിടുന്നു. ആരാധന ആരാധന
അലിവോടെ തിരുവോസ്തി മുന്നിൽ ഞങ്ങളെരിയുന്ന തിരുനാളമായി കനിവുള്ള സ്വർഗീയനാഥ വന്നു വാഴേണമേ ഞങ്ങൾ